കർണാടക ലോബിയിൽ നിന്ന് പണം വാങ്ങി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വി ഡി സതീശൻ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത്. കൊച്ചിയിലും കോഴിക്കോടും കാസർഗോഡും തൃശൂരും യുവജനങ്ങൾ തെരുവിലാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞപ്പോൾ തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ കോഴിക്കോട് നിന്ന് മേഘമാധവനും കാസർഗോഡ് നിന്ന് സിജു കണ്ണനും കൊച്ചിയിൽ നിന്ന് അർച്ചന രവീന്ദ്രനും തൃശൂരിൽ നിന്ന് സാരംഗും ചേരുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, മറ്റു ജില്ലകളിലെ പ്രതിഷേധത്തിന്റെ രീതി സ്വഭാവം നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിൽ പോലീസിന്റെ ബാരിക്കേഡ് പോലീസ് പ്രതിഷേധത്തെ തടയാൻ ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടയുകയാണ്. ഒരു ബാരിക്കേഡിനും തടയാൻ കഴിയുന്നതല്ല കേരളത്തിലെ യുവജനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധമെന്ന് അവിടെ ഒത്തുകൂടിയ ഡിവൈഎഫ്ഐയുടെ യുവജനങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നു. ആർക്കു വേണ്ടിയായിരുന്നു സതീശന്റെ ഡീൽ? എത്ര കോടിയാണ് സതീശൻ വാങ്ങിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ യുവജനങ്ങൾ ഡിവൈഎഫ്ഐ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് തൃശ്ശൂരിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം? ആരാണ് ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നത്? കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സംസ്ഥാനത്തെമ്പാടും നടക്കുകയാണ്. സംസ്ഥാനത്തെ മദ്യ വിതരണ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള നീക്കം, കരിമണൽ ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള നീക്കം സർക്കാർ അറിയാതെ, കോൺഗ്രസ് പാർട്ടി അറിയാതെ തന്നെ വി ഡി സതീശൻ എടുത്ത ഏകപക്ഷീയമായ തീരുമാനം, അത് കർണാടക ലോബിയുമായി കൂടിയാലോചിച്ച് ബക്കാടി കമ്പനിക്ക് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വി ഡി സതീശൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് നടക്കുന്നു. സമാനമായി തന്നെ യുവജനങ്ങൾ തെരുവിലുമാണ്. മറുപടി പറയണം ചില ചോദ്യങ്ങൾക്ക്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഫയൽ, 2.5 മണിക്കൂറിനുള്ളിൽ ഈ ഫയൽ എങ്ങനെ ഒപ്പിട്ട് തീർത്തു? കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഇന്ധനത്തിന്റെ നികുതി കുറയ്ക്കാൻ തയ്യാറാകാതിരിക്കുകയും മദ്യത്തിന്റെ നികുതി 251 നിന്ന് 120 കുറയ്ക്കുകയും ചെയ്ത വി ഡി സതീശൻ സർക്കാരിന്റെ നിലപാട്, അതാണ് സംശയം ഉയർത്തുന്നത്. ആർക്ക് വേണ്ടിയാണ് ഡീൽ? എന്തിനു വേണ്ടി നികുതി കുറച്ചു? ബക്കാടി കമ്പനിയിൽ നിന്ന് വി ഡി സതീശൻ എത്ര വാങ്ങി? കർണാടകത്തിലെ ഏതൊക്കെ കമ്പനികളുമായി വി ഡി സതീശൻ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്? മംഗലാപുരം യാത്രയുടെ ലക്ഷ്യമെന്ത്? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ട് വി ഡി സതീശൻ. ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് സാരംഗും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അർച്ചനയും അടക്കമുള്ളവരാണ് ചേരുന്നപ്പോൾ സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് തൃശ്ശൂരിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം? ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? സിജു, UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാനത്തൊട്ടാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് നടക്കാനിരിക്കുകയാണ്. തൊട്ടുമുന്നിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, എനിക്ക് തൊട്ടുമുന്നിൽ ഇതാ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ ബാനറുകൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്ന് പറയുമ്പോൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്, അതോടൊപ്പം തന്നെ കരിമണൽ ഖനന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്, അങ്ങനെ തുടങ്ങി സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാനുള്ള UDF സർക്കാരിൻ്റെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകർ നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ അടങ്ങുന്ന സംഘം ജില്ലാ കളക്ടറേറ്റിലേക്ക് ആഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ ഇതാ ഈ പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തൃശ്ശൂരിൽ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. സമാനമായി തന്നെ കാസർഗോഡും കൊച്ചിയിലും കോഴിക്കോട്ടും ഡിവൈഎഫ്ഐ യുവജനങ്ങൾ തെരുവിലാണ്. ആർക്ക് വേണ്ടിയാണ് സതീശന്റെ ഡീൽ? കർണാടക ലോബിയിൽ നിന്ന്, ബക്കാടി കമ്പനിയിൽ നിന്ന് എത്ര കോടിയാണ് വി ഡി സതീശൻ വാങ്ങിയത്? മറുപടി പറയണം. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കേരളമാകെ സമരം, പ്രതിഷേധം അലയടിക്കുകയാണ്. സാരംഗ്, എന്താണിപ്പോൾ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സിജു, ഈ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രവർത്തകർ അത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് വലിയ ഒരു പ്രകടനവുമായി എത്തിയിട്ടുള്ളത്. എന്തായാലും അവർ ഈ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ പ്രതിഷേധമാണ് മുഴക്കുന്നത്, മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം
വലിയ രീതിയിലുള്ള സ്വകാര്യവൽക്കരണമാണ് സംസ്ഥാനത്തൊട്ടാകെ കടന്നു വരുന്നത്. അത് നമുക്കറിയാം, രാജ്യത്തിന് ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന തരത്തിലുള്ള എല്ലാ പദ്ധതികൾക്കും വേണ്ടി UDF കൂട്ടുനിൽക്കുകയാണ്. LDF ഉപേക്ഷിച്ച ഈ PM ശ്രീ എന്ന പദ്ധതി, അത് RSS വൽക്കരണത്തിന് വേണ്ടി UDF ഇപ്പോഴിതാ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും, ഗൂഢമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു. ആ വിഷയത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് തന്നെയും ഇപ്പോൾ ഈ ബാരിക്കേഡ് തള്ളി മറിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആലപ്പുഴയിലെ നിവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയാണ് പ്രകടമാക്കുന്നത്. സിജു, ഇതാ ഇപ്പോഴിതാ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ മലിനജലമാണ് കടന്നു വരുന്നത്. എന്തായാലും ആദ്യം ഇതാ പ്രവർത്തകർക്ക് നേരെ പോലീസ് തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഒരു ബാരിക്കേഡിനും ഒരു ജലപീരങ്കിക്കും തടയാൻ കഴിയുന്നതല്ല കേരളത്തിലെ യുവജനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം. VD സതീശൻ കേരളത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിനെതിരെ, കർണാടകത്തിലെ മദ്യലോബികളിൽ നിന്ന് കോടികൾ വാങ്ങി മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തൃശ്ശൂരിലടക്കം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ സാരഥികൾക്ക് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുപിടിച്ചത്. സാരംഗ്, തുടരാം. ഹലോ, കേക്ക് സാരംഗ്, കേൾക്കാം. തുടരാം. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കേരളമെമ്പാടും മലയടിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ പ്രതിഷേധമായെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പക്ഷേ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതല്ല യുവജനത്തിന്റെ കരുത്ത് എന്ന് തെളിയിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളമാകെ ഇപ്പോൾ അലയടിക്കുന്നത്. കേരളത്തിലെ മധ്യമേഖല സ്വകാര്യ കുത്തകൾക്ക് തീരെഴുതാനുള്ള VD സതീശന്റെ നീക്കത്തിനെതിരെയാണ് കേരളത്തിൽ പ്രതിഷേധം അലയടിക്കുന്നപ്പോൾ. കോഴിക്കോടും കൊച്ചിയിലും തൃശ്ശൂരും കാസർഗോഡും അടക്കം യുവജനങ്ങൾ തെരുവിലാണ്, സമരരംഗത്താണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യുവജനങ്ങൾക്ക് നേരെ, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾക്ക് നേരെ, പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് പ്രവർത്തകർക്ക് നേരെ? നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭാ മാർച്ചിന്, AIWF നടത്തിയ മാർച്ചിന് നേരെ മലിനജലം ഉപയോഗിച്ച് ജലപീരങ്കി പ്രയോഗം നടത്തിയത് കണ്ടതാണ്. സമാനമായ സാഹചര്യം ഇപ്പോൾ തൃശ്ശൂരിലും കാണാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവം? പ്രതിഷേധം കനക്കുകയാണോ? പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ഒരു ജലപീരങ്കിക്ക് മുന്നിലും ഒരു ബാരിക്കേഡിന് മുന്നിലും തളരുന്നതല്ല യുവജനങ്ങളുടെ കരുത്ത്, വീര്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എങ്കിൽ പോലും ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ യാതൊരു വിധത്തിലും അടിയറവ് പറയില്ല എന്ന് തന്നെയാണ് DYFIയും SFIയും പ്രവർത്തകർ ചേർന്ന് പറയുന്നത്. ശക്തമായിട്ട് ഇപ്പോഴും വീണ്ടും പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നിരവധി തവണ നിർത്താതെയുള്ള ജലപീരങ്കി പ്രയോഗമായിരുന്നു. ഇപ്പോഴിതാ പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റിനകത്തേക്ക് ഇരച്ച് കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മദ്യനയം സംസ്ഥാന സർക്കാർ, UDF സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ച പുതിയ മദ്യനയം മദ്യ ലോബികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊള്ള ലാഭം കൊയ്യാനുള്ള ഒരു ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരെയാണ്, അങ്ങനെ നിരവധി വിഷയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള DYFIയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFIയും ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രതിഷേധത്തിൽ നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ രീതിയിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ ജലപീരങ്കി പ്രയോഗത്തിൽ തന്നെ പ്രവർത്തകർ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് റോഡിലേക്ക് വീണുവെങ്കിൽ പോലും ഇപ്പോഴും കൂട്ടമായി നിന്നുകൊണ്ട് ഈ ജലപീരങ്കി പ്രയോഗത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ശരി, സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ, DYFI പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.